ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. എന്താ എല്ലാവരും വർത്താനം? സുഖമാണോ? ഇനി കഴിഞ്ഞതിൽ ഞങ്ങൾ സ്പെഷ്യൽ ബിരിയാണീൻ്റെ റെസിപ്പി അല്ലേ, ഇപ്രാവശ്യം ഒരു മന്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതിൽ നമ്മൾ ആദ്യം എടുത്തുക്കുന്നത് നമ്മൾ ബീഫ് മന്തി ആയിട്ട് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ആദ്യം നമ്മൾ ബീഫ് ഇട്ടിട്ടുണ്ട്. അതിലോട്ട് ഒരു തക്കാളി, നമ്മൾ 1 കിലോ ബീഫാട്ടോ വാങ്ങിക്കണത്. ഒരു തക്കാളി, ഒരു ഉള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. എല്ലാവരും നമ്മളെ വീഡിയോ ഒക്കെ സബ്സ്ക്രൈബൊക്കെ ചെയ്യണില്ലേ? ഒരു ഉള്ളിയും ഒരു തക്കാളിയും, പിന്നെ 2 മാഗി കട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 മാഗി കട്ടയാണ് എടുത്തത്. പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റിൻ്റെ കൂടെ നമ്മൾ പച്ചമുളക് കൂടി അരച്ച് ചേർത്തിട്ടുണ്ട്, അതും ഇട്ട് കൊടുത്തിക്കണം. പിന്നെ കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. നമ്മളൊരു 3 സ്പൂണെങ്കിലും എരിവിനനുസരിച്ച് 3 സ്പൂൺ ഞങ്ങൾ ഇട്ട് കൊടുക്കേണ്ടത്. ഞങ്ങൾക്ക് എന്താ വെച്ചാലും കുരുമുളക് പൊടി നന്നായി വേണം. ഞങ്ങൾ മന്തി മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. മന്തി മസാല ഏത് അറബി മസാല വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഞങ്ങളിവിടെ മന്തി മസാലയാണ് എടുക്കുന്നത്. ജീരകം, ഏലക്കായ്, പട്ട, ഗ്രാമ്പു, സ്പൈസസ് എല്ലാം നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ പെപ്പറും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ്, മാഗി കട്ടയിൽ ഉപ്പ് ഉണ്ടായതുകൊണ്ട് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വെള്ളം ചേർക്കാതെ ആ ബീഫിലോട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് പിടിപ്പിച്ച് കൊടുക്കുകയാണ്. നമ്മൾ കുക്കർ അടച്ച് നമ്മൾ ഗ്യാസ് സ്റ്റവ് കത്തിച്ചിട്ട് നമ്മൾ ആവശ്യം ഒരു 1/2 വേവ് മതി നമുക്ക് ബീഫ്. ബാക്കി നമുക്ക് ദമ്മിടുമ്പോൾ സെറ്റായിക്കോളും. അപ്പോൾ ഒരു 1/2 വേവ് കേട്ടോ. ഇതും നമ്മൾ ഇനി നമുക്ക് ചോറ് റൈസ് ഊറ്റിയെടുക്കാൻ, ബോയിൽ ചെയ്തെടുക്കാൻ ഒരു പാത്രത്തിലോട്ട് ബോയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പാത്രത്തേക്ക് ആദ്യം കുറച്ച് ഉപ്പ്, പിന്നെ ഒരു 1/2 ലെമൺ, ഒരു 1/2 ലെമൺ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മളിവിടെ റോസിൻ്റെ അരിയാണ് എടുക്കുന്നത്. ദുൽഖർ സൽമാൻ്റെ ഫോട്ടോ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ദുൽഖർ അരി എന്നൊക്കെ പറയും. റോസ് അരിയാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. നമ്മൾ അരി അതിലോട്ട് അത് നമ്മൾ വെള്ളം നന്നായി തിളക്കുന്നുണ്ട്. ഇനി നമുക്ക് ദമ്മിടേണ്ട പാത്രം എടുക്കുകയാണ്. അതിലോട്ട് നമ്മൾ 1/2 കുക്കായ നമ്മളെ ബീഫ് ഇട്ട് കൊടുക്കുകയാണ്. 1/2 കുക്കായ നമ്മൾ ബീഫ് ഇടുകയാണ്. അത് നന്നായി തിളക്കട്ടെ, ഒന്ന് തിളച്ച് വരട്ടെ. എന്നിട്ട് നമ്മൾ അതിലോട്ട് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുകയാണ്. മല്ലിച്ചപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പം നമ്മളെ ചോറ് നന്നായി തിളച്ച് ഒരു 1/2 കുക്ക് ചോറ് 1/2 കുക്ക് വെന്താൽ മതി. ഒരു 1/2 കുക്ക്, 1 കിലോനാണ് നമ്മൾ അരി എടുത്തിട്ടുള്ളത് കേട്ടോ. ആ 1/2 കുക്കായ അരിയും നമ്മൾ ദമ്മിടാൻ വേണ്ടിയിട്ട് ആ ബീഫിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ബീഫിൻ്റെ മുകൾക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്തേക്കണേ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അരി നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം കേട്ടോ. അതിൻ്റെ അനുസരിച്ച് വേവിന് വേണ്ടിയിട്ട് നിങ്ങൾ എടുക്കാം കേട്ടോ. ഞങ്ങളിവിടെ റോസിൻ്റെ അരിയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ നമുക്ക് പുക ഇതാക്കാൻ വേണ്ടിയിട്ട് ചാർക്കോളാണ് നമ്മൾ എടുക്കുന്നത്. ചാർക്കോളല്ല, കരി. ഞങ്ങളിവിടെ ചിരട്ട കരിയിച്ചിട്ട് ഒരു 2-3 പൊട്ടാണ് എടുക്കുന്നത്. അതിലോട്ട് നമ്മൾ ഇത്തിരി ഓയിൽ ആഡ് ചെയ്തിട്ട് ആ പുകയ്ക്കുകയാണ്. എന്നിട്ട് ആ പുക പുറത്ത് പോകുന്നതിൻ്റെ മുമ്പ് നമ്മളത് ക്ലോസ് ചെയ്ത് അടച്ച് വെക്കുകയാണ് ഭദ്രമായി. അതിൻ്റെ മുകളിൽ നമ്മളൊരു കല്ലല്ല, നമ്മളിങ്ങനെ ചതക്കൂലേ, ആ സാധനം കയറ്റി വെച്ചിട്ട് നമ്മൾ ഓപ്പൺ ചെയ്ത് നമ്മളുടെ ഫുൾ കുക്കായിട്ടുണ്ട്. നമ്മളൊന്ന് മിക്സ് ഫുൾ കുക്ക്. നമ്മളെ ബീഫ് 1/2 കുക്കായിരുന്നു, റൈസും 1/2 കുക്കായിരുന്നു. അത് രണ്ടും കൂടി ഫുൾ ദമ്മിട്ട് ഫുൾ കുക്കായിട്ടുണ്ട്. നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ കളറൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. കളറ് പച്ച, മഞ്ഞ, നീല ഒക്കെ ആഡ് ചെയ്യാം. ഞങ്ങളിവിടെ കളറും അധികം ഓയിലും ആഡ് ചെയ്തിട്ടില്ല. കാരണം ബീഫിൽ നല്ല നെയ്യുണ്ട്, അതുകൊണ്ട് നമ്മൾ അധികം ഓയിലൊന്നും ആഡ് ചെയ്തിട്ടില്ല. പിന്നെ ഞങ്ങളങ്ങനെ അധികം ഓയിലൊന്നും അധികം ഒഴിക്കാലൊന്നുമില്ല. അപ്പോൾ ആവശ്യങ്ങൾക്ക് വേണ്ടി ഞങ്ങളിപ്പോൾ വീട്ടിലുണ്ടാക്കണമായതുകൊണ്ട്, ഞങ്ങൾക്ക് കഴിക്കാനായതുകൊണ്ട് വല്ലാതെ ഒന്നും ഓയിൽ ആഡ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ച, മഞ്ഞ, നീല കളറൊക്കെ ആഡ് ചെയ്തിട്ട് കളർഫുൾ മന്തിയാക്കി എടുക്കാം കേട്ടോ. ഞങ്ങളിവിടെ റൈസ് ഒരു വൈറ്റ് റൈസ് തന്നെയാണ് ഇവിടെ ഇതാക്കിയത്. നമ്മളെ ബീഫൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. നല്ല ക്രഞ്ചി ബീഫ്, നല്ലൊരു സ്മൂത്തി ആയിട്ടുണ്ട്. നന്നായി വെന്തിട്ടുണ്ട്.
അപ്പം നമ്മൾ ബീഫ് മന്തി ഇവിടെ റെഡിയാണ്. ഇതിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ മയോണീസ് അതേപോലെ തന്നെ ടൊമാറ്റോ സോസൊക്കെ ആഡ് ചെയ്ത് അടിപൊളിയാക്കി കഴിക്കാം. നമ്മളിവിടെ സെർവ് ചെയ്ത് ഞങ്ങൾ കഴിക്കാൻ പോവുകയാണ്. അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. അടിപൊളി മന്തിയാണ്. അപ്പോൾ ബായ്. അപ്പോൾ ഞങ്ങളെ വീഡിയോ എല്ലാവരും കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ബെൽ ബട്ടനൊക്കെ അടിച്ചു പൊട്ടിച്ച് ഞങ്ങളെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞങ്ങൾ ഇടുന്ന അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബായ്.